24 ന്യൂസ് ചാനലിനെതിരെ പ്രതിഭ MLA തന്റെ മകനെതിരെ വ്യാജ വാർത്ത നൽകിയതിനായിരുന്നു MLAയുടെ പ്രതികരണം. ഈ പറഞ്ഞ 24 ന്യൂസിലെ റിപ്പോർട്ടറെ ഞാൻ നന്നായി തന്നെ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മോശമായി ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പറയുന്നു, അയാൾ കാണിച്ച ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. ഐ ആം സോറി ഫോർ ദിസ് വേർഡ്, ചെറ്റത്തരം എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അത് 24 ന്യൂസിലെ റിപ്പോർട്ടർ അയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാവം ഒരു സ്ത്രീയെയും അല്ലെ അവരുടെ കുട്ടിയെയും ഇപ്പം വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു മിസ്റ്റർ ഇതുകൊണ്ട്? നിങ്ങൾക്ക് പേര് വരാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്നെ വിറ്റ് നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് പറ്റുന്ന ഒരു തൊഴിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കണം. കാരണം മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഞാൻ അടച്ചാക്ഷേപിക്കാറില്ല. അതാണ് പ്രതിഭ MLA പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമപ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന്. പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും കിട്ടിക്കാണും. ചിലപ്പോൾ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും, രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ. പക്ഷെ എന്തെങ്കിലും നക്കാപ്പിച്ച, പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ 2 ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട. ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും. എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ എന്റെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാനായിരിക്കും. ഇതൊന്നും വെറും വാചകോടിയൊന്നുമല്ല. ഒരാളെയും ഞാൻ അങ്ങനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളല്ല, ഒരു തെറ്റിനും കൂട്ടു നിൽക്കുന്ന ആളല്ല. മദ്യവും മയക്കുമരുന്നോ കഞ്ചാവോ ഉപയോഗിച്ച് ഒരാളെയും രക്ഷിക്കാൻ പ്രതിഭ MLA ഇന്നുവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത്ര ഒരു കേസും ഇല്ല. ആരുടെയും കേസിൽ ഇടപെടില്ല. എന്റെ മകൻ എന്നല്ല ഒരാളുടെയും കേസിൽ ഞാൻ ഇടപെടില്ല. അതിൽ മകനാണെങ്കിൽ പോലും ഞാൻ ഇടപെടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വീണ്ടും ഇന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേയറ്റം അവമാനിക്കാനായിട്ട് 24 ചാനലാണ് ശ്രമിക്കുന്നത്. 24ഉം അതിനോടൊപ്പം മറ്റൊരു ചാനലും ഉണ്ട്. ജനം TV ചെയ്തിരുന്നു. ജനം ചെയ്യുമ്പോൾ നമുക്കറിയാം, ജനം വ്യക്തമായ CPM വൈരാഗ്യമുള്ള ചാനലാണ്. ജനം ചെയ്തോട്ടെ, ഞാൻ ജനമൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. പക്ഷെ ഇന്നിപ്പോ ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും. ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്കനും സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും, ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും. പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 24 ന്യൂസിന് അത് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ. പക്ഷേ എന്റെ എല്ലാ തെളിവുകളുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവരെന്നോട് പറഞ്ഞത്. അവൻ കെട്ടുപോയതാണെന്ന് വരെ അവരെന്നോട് സംസാരിച്ചത്. പക്ഷെ അതൊന്നും ഈ ഒരു കേസിന്റെ ഒരു ഇതിനെ നിർത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ RO ഫിൽറ്റർ ആക്സസറീസ്, RO പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ, മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു. വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9142841703 7012492226.